ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? പാപ്പന്റെ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്ന് ഈ കഥയിലുള്ളത്. ഇവിടെ ഒരുത്തൻ തനിക്ക് പ്രൊമോഷൻ കിട്ടാത്തതിന്റെ ദേഷ്യത്തിൽ ബോസിനെ കൊന്നുകളയുമെന്ന് ഭീഷണി മുഴക്കുന്നു. കഷ്ടമെന്ന് പറയട്ടെ, പിറ്റേ ദിവസം ആരോ വന്ന് ബോസിനെ തട്ടി. അതുകണ്ട് ഭയന്ന അവൻ എന്തു ചെയ്യണമെന്നറിയാതെ കുത്തിയ കത്തി വലിച്ചൂരി. കത്തി വലിച്ചൂരുന്നതിനിടെ കൈകളിൽ രക്തമായതിനാൽ അത് അവന്റെ ഡ്രസ്സുകളിൽ അവൻ ഉരച്ചു. ആരെങ്കിലും സഹായത്തിന് വിളിക്കാനായി പുറത്തേക്കോടിയപ്പോൾ രക്തം പുരണ്ട കത്തിയുമായി നിൽക്കുന്ന അവനെ കണ്ട് സഹപ്രവർത്തകർ അവനാണ് കൊലയാളിയെന്ന് തെറ്റിദ്ധരിച്ചു. എല്ലാവരും തന്നെ കൊലയാളിയായി സംശയിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞതിനാൽ മറ്റൊരു വഴിയുമില്ലാതെ അവൻ പുറത്തേക്കോടി. എന്നാൽ യഥാർത്ഥ കൊലയാളി അപ്പോഴും ഓഫീസിൽ ഒളിച്ചിരിപ്പുണ്ടായിരുന്നെന്ന് അവനും സഹപ്രവർത്തകരും അറിഞ്ഞിരുന്നില്ല. പുഴക്കരയിലെത്തിയ അവൻ കയ്യിലെ കത്തി വലിച്ചെറിഞ്ഞപ്പോൾ അത് പെട്രോളിങ്ങിന് പോകുകയായിരുന്ന പോലീസ് ബോട്ടിൽ ചെന്ന് വീണു. ഇതോടെ പോലീസുകാരും തന്നെ കൊലയാളിയെന്ന് സംശയിക്കുമെന്ന് കരുതി അവൻ അവിടെ നിന്നും പാഞ്ഞു. എന്നാൽ CCTVയിൽ പതിഞ്ഞ യഥാർത്ഥ കൊലയാളിയുടെ പിന്നാലെയാണ് പോലീസുകാരെന്ന് അവൻ മനസ്സിലാക്കിയില്ല. എന്നാൽ താൻ പിടിക്കപ്പെടുമെന്ന് കരുതിയ അവൻ അവസാനമായി മാതാപിതാക്കളെ ഒന്ന് വിളിച്ചു. പണം പിൻവലിച്ചാൽ തന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കുമെന്ന് കരുതി അവൻ ID കാർഡുകൾ കളഞ്ഞു. ശേഷം തന്റെ കയ്യിലുള്ള പൈസയും വിലപിടിപ്പുള്ള വാച്ചും നൽകി മെക്സിക്കോയിലേക്കുള്ള ബസ് ടിക്കറ്റ് എടുത്തു. എന്നാൽ അതേസമയം യഥാർത്ഥ കൊലയാളി തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഒരു ജീപ്പും എടുത്ത് അവിടെ നിന്ന് കടന്നു. എന്നാൽ ട്രാഫിക്കിൽ കുടുങ്ങിയപ്പോൾ ബസ്സിലിരുന്ന് അവൻ തന്നെ നോക്കുന്നത് കൊലയാളി കണ്ടു. അതിനാൽ തന്നെ കൊലയാളി വേഗത്തിൽ ജീപ്പോടിച്ചു പോയി. എന്നാൽ അവൻ ഗ്ലാസിൽ സ്വന്തം മുഖം നോക്കുകയായിരുന്നെന്ന് കൊലയാളി അറിഞ്ഞിരുന്നില്ല. റേഡിയോയിൽ ജീപ്പ് ട്രാക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞ കൊലയാളി ജീപ്പ് അവിടെ ഉപേക്ഷിച്ചു. എന്നാൽ ബസ്സിൽ നിന്നും പകുതി ദൂരം മാത്രം ടിക്കറ്റ് എടുത്ത അവനെ കണ്ടക്ടർ അവിടെ ഇറക്കി വിട്ടു. നടന്നു പോകുന്നതോടെ ഒരു ജീപ്പ് കണ്ട അവൻ അതെടുത്ത് ഹോട്ടലിലെത്തി. കഷ്ടമെന്ന് പറയട്ടെ, കൊലയാളി ഉപേക്ഷിച്ച അതേ ജീപ്പായിരുന്നു അതും. എന്നാൽ പത്രത്തിൽ ജീപ്പ് മോഷണം പോയ ന്യൂസ് കണ്ട റിസപ്ഷനിസ്റ്റ് അതേ ജീപ്പ് ഇവിടെ ഹോട്ടലിലുണ്ടെന്ന് പോലീസിനെ വിളിച്ചറിയിച്ചു. കുളിച്ചു വന്ന അവൻ താൻ ഇന്നലെ കൊണ്ടുവന്ന ജീപ്പ് മോഷണം പോയ ന്യൂസ് പത്രത്തിൽ കണ്ടതും ഞെട്ടി. താൻ ഉപേക്ഷിച്ച ജീപ്പ് താൻ സ്റ്റേ ചെയ്യുന്ന അതേ ഹോട്ടലിന്റെ മുന്നിലെത്തിയത് കണ്ട് അവന്റെ തൊട്ടടുത്ത റൂമിൽ നിന്ന് കൊലയാളിയും ഞെട്ടി. നിങ്ങൾക്ക് ഈ കഥ ഏതെങ്കിലും മലയാള സിനിമയുമായി ബന്ധം തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തറിയിക്കൂ. ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ.